ഹലോ ഗായ്സ്, എനിക്ക് ഈ ടൈമിങ്ങിൻ്റെ ഇഷ്യൂ ഒക്കെ കൊണ്ട് ഒരു 1 year ആയി വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ വീണ്ടും യൂട്യൂബ് ചാനൽ എടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത്യാവശ്യം എല്ലാ ജില്ലകളും തന്നെ എനിക്കറിയാമായിരുന്നു. എനിക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതും എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് ഈ വയനാട്. ഞാൻ ആദ്യമായിട്ട് പിടിക്കുന്ന സ്പോട്ടാണ്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ക്ലൈമറ്റ്. ശരിക്കും ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇറങ്ങിയത്. പക്ഷേ ഇന്ന് റമദാൻ മാസം എന്നുള്ള കാര്യവും കൂടി മറന്നുപോയി. അതുകൊണ്ട് ഫുഡ് സ്പോട്ട് ഓപ്പൺ അല്ലായിരുന്നു. ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന പുതുപ്പള്ളി ഫോറസ്റ്റിലാണ്. ഇവിടെ മാനും മയിലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോകുമ്പം ആ തണുപ്പും കാറ്റും എല്ലാം കൂടി വന്നിട്ട് നല്ലൊരു ബെറ്റർ ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വഴിയിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഈ എലിഫൻറ്റ് ക്രോസിങ്ങിൻ്റെ സംഭവമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു റിസ്ക്കും കൂടി നോക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. ഭാഗ്യം വെച്ചാൽ പോണ വഴിക്കൊന്നും അതിനെ കാണാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ഫോറസ്റ്റ് വണ്ടിയാണെന്ന് തോന്നുന്നു അവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ആളുകളുണ്ട്, പോലീസ് ഉണ്ട്. എനിക്കൊന്ന് ഫോറസ്റ്റ് ഓഫീസാണ്, ആരോ എന്തിനോ പിടിച്ചതാണ് ഗൈസ്. ഇത് ഫോറസ്റ്റ് ഓഫീസ് തന്നെയാണ്. എന്തായാലും അവരെ സമ്മതിക്കുന്നത് ഇതിൻ്റെ അകത്തൊക്കെ റിസ്ക് എടുത്ത് ഇങ്ങനെ നിൽക്കാൻ. അങ്ങനെ കുറച്ചുകൂടെ മുന്നിലോട്ടായിട്ട് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല, റീൽസ് ഇടാനൊക്കെ ആയിട്ട്. അങ്ങനെ അതെടുക്കാൻ വേണ്ടി ഞങ്ങൾ കുറച്ചുകൂടെ മുന്നിലോട്ടായിട്ട് ഇവിടേക്ക് വണ്ടി നിർത്തി എടുക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് ഒരു സാധനം കണ്ണിപ്പെട്ടത്. ഏർമാടാണെന്ന് തോന്നുന്നു. എനിക്ക് വലിയൊരു ധാരണയൊന്നും ഇല്ല കണ്ടിട്ട്. കുറേ മരങ്ങളൊക്കെ വെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, എന്തിനാണെന്ന് മനസ്സിലായില്ല. പിന്നെ അതും കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി റിട്ടേൺ പോവാണ്. അടുത്ത സ്പോട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ റോഡെന്ന് വെച്ചാൽ ബ്ലോക്കും കാര്യങ്ങളും അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇവിടെ ഉള്ള ഭാഗമുള്ളത് ഫുള്ള് വളവുകളാണ്. എല്ലാത്തിലും പറയുമ്പോൾ ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കം ഉണ്ടാവും എന്ന് പറയുമ്പോൾ കയറ ഇറങ്ങ വളവ്, അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ള റോഡ്. അടുത്തതായി ഇതേ പോണം മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലോട്ടാണ്. ഇവിടെ നടന്നു പോകുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഫീലുണ്ട്. ഒരു ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അതിൻ്റെ സൈഡിൽ കൂടെ കയറി വന്ന വഴിയാണ്. എടുത്ത് ചാടിയാൽ തന്നെ ചിന്തിച്ചൊരു വൈകുന്നേരം സമയത്തും കൂടി ആയതുകൊണ്ട് നല്ല എൻ്റെ മേലെ നോക്കുമ്പോൾ നല്ല ആഴമുണ്ടെന്ന് തോന്നും. ചാടിക്കഴിഞ്ഞാൽ ചത്ത്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതെല്ലാം വളരെ നല്ല വ്യൂ തന്നെയായിരുന്നു ഇതൊക്കെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ചുകൂടിയൊക്കെ മുന്നിലോട്ട് നടക്കുമ്പോഴത്തേക്കാണ് മെയിൻ സ്പോട്ട് ഇതിൻ്റെ നമ്മളെ മല. ഈ മല എനിക്ക് മലയറിഞ്ഞ അല്ലെങ്കിൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. എനിക്ക് കയറാറുണ്ട്, എനിക്ക് തോന്നണം. എവിടെയും പോകാണ്ടൊക്കെ ഇരിക്കുമ്പോൾ കയറാറുണ്ട്. ഇതിപ്പോൾ 2-3 ദിവസമായിട്ട് ഇറങ്ങി കയറണോണ്ട് തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഏറ്റവും മേലെ കയറാൻ. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ കയറിയിട്ടുണ്ട്. നല്ലൊരു വ്യൂ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും കപ്പിൾ സ്പോട്ട്, അതുപോലെ ഫ്രണ്ട്സൊക്കെ ഈവനിങ്ങിന് വന്ന് ചില്ല് ചെയ്യാൻ വേണ്ടി വന്നിരിക്കണതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ പോയിരുന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് സിലു മരിയ. എന്നെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരും ലൈഫിലുണ്ടാവും. അവരൊക്കെ ഒരു പരിധി വരുമ്പോൾ കഴിയുമ്പോഴത്തേക്ക് പോവാറുണ്ട്. അങ്ങനെ ഏണ്ടി വല്ലിന് മലയുടെ മേലെ കയറുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തായാലും പറ്റുന്നത്രയും മലയുടെ മേലെ കയറിയതായിരുന്നു. കുറച്ച് വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് പിന്നെയും വിചാരിച്ചു. എങ്ങനെ കാണിച്ചു കൊടുക്കുന്ന അഭിപ്രായങ്ങളാണിത്. എനിക്കങ്ങനെ എല്ലാവരും എടുത്താലൊന്നും ഫോട്ടോ വീഡിയോ ഒന്നും റെഡിയാവാത്ത ശിവളെടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുണ്ട്. പിന്നെ അത്യാവശ്യം വൈകുന്നേരം നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ സമയം ഒരുപാടായി, നമ്മൾ നോക്കിയതേ ഇല്ല. 6 മണിയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങാനുള്ള തണ്ടപ്പാറിലോട്ട് നിൽക്കുകയാണ്. അങ്ങനെ നൈസായിട്ട് ചലിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ഈ ടൈമിലൊക്കെ അങ്ങനെ ആരും ഇവിടെ നിന്ന് ഇറങ്ങാറില്ല. അങ്ങനെ ഇറങ്ങാൻ പറ്റിയ സ്പോട്ടും അല്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് യാത്രയായി. ഇനി ഇതുപോലത്തെ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരി.